നമസ്കാരം. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോസ്വതേ വ്യാസവിശാലബുദ്ധേ പുല്ലാരവിന്ദായത പത്മനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണ്ണ പ്രജ്വാലിതോ ജ്ഞാനമയപ്രദീപ. നമ്മുടെ ഗീതാവിചാരം എന്ന പാഠത്തിൻ്റെ രണ്ടാം ഭാഗമാണ്. 18 ശ്ലോകങ്ങളാണ് നമ്മൾ നേരത്തെ നോക്കിയത്. 19 മുതൽ കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം. സഘോഷോദാർത്തരാഷ്ട്രാണം ഹൃദയാനി വ്യതാരയത് നഭച്ച പൃഥിവീം ചൈവ തുമുലോ വ്യനുനാഥയൻ. സഘോഷത്തുമുല, ആ ശബ്ദം അതിതീവ്രവും നജ പൃഥിവീം ച, ആകാശത്തെയും ഭൂമിയെയും വ്യനുനാഥയൻ പ്രതിധ്വനിപ്പിച്ചുകൊണ്ട് ധാർത്തരാഷ്ട്രാണം ധൃതരാഷ്ട്രപുത്രന്മാരുടെ ഹൃദയാനി വ്യതാരയത്, ഹൃദയങ്ങളെ പിളർന്നു. അപ്പോൾ ആ ശംഖധ്വനി അതികഠോരമായി ഭവിച്ചു. അത് ഭൂമിയിലും ആകാശത്തിലുമൊക്കെ അതിൻ്റെ പ്രതിധ്വനികളുണ്ടായി. അത് വലിയ പരിഭ്രമം ഉണ്ടാക്കി എന്നാണ് ഇവിടെ. ഭീഷ്മദ്രോണാദികൾ കൂടെ ഭയപ്പെട്ടു എന്നാണ് സഞ്ജയൻ ധൃതരാഷ്ട്രയെ അറിയിച്ചത്. അതം വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർത്തരാഷ്ട്രൻ കപിധ്വജ പ്രവൃത്തേ ശസ്ത്രസമ്പാദേ ധനുരുദ്യമ പാണ്ഡവ. ഹൃഷീകേശം തഥാ വാക്യമിതമാഹമഹീപതേ. അർജുന ഉവാച സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയമേ അച്യുത. അഥ കപിധ്വജ പാണ്ഡവ. അനന്തരം ഹനുമാനാകുന്ന കൊടിയടയാളമുള്ള അർജുനൻ കപിധ്വജൻ ശസ്ത്ര സമ്പാദേ പ്രവൃത്തി, ശസ്ത്രപ്രയോഗം ആരംഭിച്ചപ്പോൾ ധനു ഉദ്യമ്യ, വില്ലിനെ ഉയർത്തിയിട്ട് മഹീപതേ, ഹേ രാജാവേ, ഹൃഷീകേശം ഇന്ദ്രിയപ്രവർത്തകനായ കൃഷ്ണനോട്, അച്യുത ച്യുതിരഹിതനായ ഭഗവാനെ, ഉഭയോ സേനയോ മധ്യേ, 2 സൈന്യങ്ങളുടെയും മധ്യത്തിൽ, മേ രഥം, എൻ്റെ തേരിനെ സ്ഥാപയ, നിർത്തിയാലും എന്ന് തഥാ ഇതം വാക്യമാഹ. അപ്പോൾ ഈ ഒരു വാക്യത്തെ പറഞ്ഞു. അപ്പോൾ ശംഖധ്വനി കേട്ട് ഭയപ്പെട്ടുവെങ്കിലും ഓടിപ്പോകാതെ യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുന്ന ദുര്യോധനാദികളെ അർജുനൻ നോക്കി. ശ്രീരാമചന്ദ്ര ഭക്തോത്തമനായ ഹനുമാൻ കൊടിയടയാളമായി ഇരുന്ന് അനുഗ്രഹിക്കുകയും സർവേന്ദ്രിയ പ്രവർത്തകനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ സാരഥ്യം വഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അർജുനന് ഭയത്തിന് ഒരു വിധത്തിലും അവകാശമില്ല. എങ്കിലും ആലോചന കൂടാതെ ഗുരുഭൂതന്മാരെ ഹനിച്ചവനെ എന്ന അപവാദം കൂടാതെ കഴിയാനായിക്കൊണ്ട് ഭഗവത് ഉപദേശത്തെ ആഗ്രഹിച്ചുകൊണ്ട് ശസ്ത്രപ്രയോഗത്തിന് ആരംഭിച്ച സമയത്തിൽ ഗാന്ധീവം എന്ന ധനുസിനെ ഉയർത്തിയിട്ട്, ഹേ വ്യാപരിച്ചും കൊണ്ട് ഇരിക്കുന്ന ഭഗവാനെ, എൻ്റെ തേരിനെ 2 സൈന്യങ്ങളുടെ മധ്യത്തിൽ അല്പനേരം നിർത്തണമേ എന്ന് പ്രാർത്ഥിച്ചു. ഹേ അർജുന, ഇവിടെ നിർത്തുകയോ എന്ന് ലീലാമാനുഷനായിട്ടുള്ള ഭഗവാൻ ഒന്ന് സംശയം ചോദിക്കുന്ന പോലെ അഭിനയിച്ചാലും ആ സന്ദർഭത്തിലാണ് ഇദ്ദേഹം പറഞ്ഞത് അച്യുത എന്നുള്ളൊരു പദം ഉപയോഗിച്ചു. അച്യുതൻ എന്ന് പറയുമ്പോൾ ച്യുതിയില്ലാത്തവൻ എന്നാണല്ലോ. അപ്പോൾ അതിൻ്റെ താല്പര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് കാലത്തിലും ദേശത്തിലും ഏതവസ്ഥയിലും സ്ഥാനഭ്രംശമില്ലാതെ നിൽക്കുന്ന അങ്ങയെ ആർക്ക് ചലിപ്പിക്കാൻ സാധിക്കും എന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം എന്നാണ്. അപ്പോൾ ഏതായാലും സാധാരണക്കാരായിട്ടുള്ള ആലോചനയോടും ഈശ്വരാനുവാദത്തോടും കൂടി വേണം ലോകത്തിൽ സാധാരണമല്ലാത്ത ഈ വക വിഷമഘട്ടത്തിൽ പ്രവർത്തിപ്പാൻ എന്ന വിചാരപൂർവമാണ് അർജുനൻ ഭഗവാനോട് പ്രാർത്ഥിച്ചിരിക്കുന്നത്. ഭക്ത ആഗ്രഹത്തെ സ്വീകരിക്കാൻ ഭഗവാൻ ഒരുങ്ങിയിരിക്കെ പാണ്ഡവ പരാജയത്തെ അങ്ങ് ആശിച്ചിട്ട് ഫലമില്ല എന്ന് സഞ്ജയൻ സൂത്രത്തിൽ സൂചിപ്പിച്ചു. യാവതേതാൻ നിരീക്ഷേഹം യോധുകാമാനവസ്ഥിതൻ കൈർമയാ സഹയോധവ്യമസ്മിൻ രണസമുദ്യമേ. യോധുകാമാൻ, യുദ്ധത്തിനാഗ്രഹിച്ച് അവസ്ഥിതാൻ ഒരുങ്ങി നിൽക്കുന്ന ഏതാൻ ഇവരെ, യാവത് എവിടെ നിന്നാൽ, അഹം നിരീക്ഷേ ഞാൻ കാണുമോ, താവത് രഥം സ്ഥാപയ ആ സ്ഥാനത്തിൽ തേർ നിർത്തിയാലും, അസ്മിൻ രണസമുദ്യമേ ഈ യുദ്ധോദ്യമത്തിൽ, കൈ സഹ ആരോടെല്ലാം, മയായോദ്ധവ്യം എന്നാൽ യുദ്ധം ചെയ്യപ്പെടണം. യോത്സ്യമാനാനവേക്ഷേഹം യ ഏതേത്ര സമാഗതാഃ ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേർ യുദ്ധേ പ്രിയചികീർഷവ. ദുർബുദ്ധേ
ധാർത്തരാഷ്ട്രസ്യ ദുഷിച്ച ബുദ്ധിയോടുകൂടിയിട്ടുള്ള ധാർത്തരാഷ്ട്രം എന്ന് പറയുമ്പോൾ ദുര്യോധനന് യുദ്ധേ പ്രിയചികിത്സവ യുദ്ധത്തിൽ പ്രിയം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവരായിട്ട് അത്ര സമാഗതാഹ ഇവിടെ വന്നിരിക്കുന്നവർ ഏതേ യാതൊരു തരോ യോത്സ്യമാനാൻ യുദ്ധം ചെയ്യുന്ന അവരെ അഹം അപേക്ഷ ഞാൻ കാണുവാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. അപ്പോൾ തേർ നിർത്തേണ്ടതായിട്ടുള്ള ആവശ്യവും സ്ഥാനവും അർജുനൻ വിശദമാക്കുകയാണ്. ഏത് സ്ഥാനത്തിൽ നിർത്തിയാൽ യുദ്ധത്തിനൊരുങ്ങി നിൽക്കുന്നവരെ എനിക്ക് കാണാൻ സാധിക്കുമോ ആ സ്ഥാനത്തിൽ നിർത്തണേ. രക്ഷയ്ക്കുള്ള മാർഗം എന്തെന്നറിയാത്ത ദുര്യോധനനെ യുദ്ധത്തിൽ സഹായിച്ച് പ്രിയപ്പെടുത്താൻ ഒരുങ്ങി നിൽക്കുന്ന ഇവർ എൻ്റെ ശത്രുക്കളായിക്കൊണ്ട് അവരെ നന്നായിട്ട് എനിക്കൊന്ന് കാണേണ്ടതുണ്ട്, ഞാനൊന്ന് അറിയട്ടെ എന്ന് അതിൻ്റെ താല്പര്യം. സഞ്ജയ ഉവാച സഞ്ജയൻ പറഞ്ഞു, ഏവമുക്തോ ഹൃഷീകേശു ഗുഡാകയശേന ഭാരത സേനയോരുഭയോർമധ്യേ സ്ഥാപയിത്വാ രഥോത്തമം ഭീഷ്മദ്രോണപ്രമുഖത സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യേതാൻ സമവേതാൻ കുരുനിധി. ഗുഡാകേശേന ഗുഡാക എന്ന് പറയുമ്പോൾ നിദ്രയാണ്. ഗുഡാകേശൻ എന്ന് പറയുമ്പോൾ നിദ്രയെ ഒഴിവാക്കിക്കൊണ്ട് തപസ് ചെയ്ത് ശീലമുള്ള ആളെന്നാണ്. കാരണം പല രീതിയിലുള്ള തപസ്സുകളുണ്ടല്ലോ. ആഹാരം പരിമിതപ്പെടുത്തി പാചകം ചെയ്ത ആഹാരം ഉപേക്ഷിച്ചുകൊണ്ട് ജലം മാത്രമായിക്കൊണ്ട് ഇലവർഗ്ഗങ്ങളോ മറ്റോ പഴങ്ങളോ മാത്രം കഴിച്ച് ഒരു നേരം ആഹാരം കഴിച്ച് കൃതചാന്ദ്രായണ വ്രതം എന്നുള്ള നിലയിൽ കണ്ണ് തുറന്ന് കണ്ണടച്ച് ഇങ്ങനെ പല രീതിയിലുള്ള തപസ്സുകളുണ്ട്. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഉറക്കത്തെ ഒഴിവാക്കിക്കൊണ്ട് തപസ് ചെയ്ത് ശീലിച്ചിട്ടുള്ള ആളാണെന്ന് പറയണം. ഇപ്രകാരം പറയപ്പെട്ട ഹൃഷീകേശ ഇന്ദ്രിയ പ്രവർത്തകൻ ഉഭയോ സേനയോ രണ്ട് സൈന്യങ്ങളുടെയും ഭീഷ്മദ്രോണ പ്രമുഖത ഭീഷ്മദ്രോണർ എന്ന പ്രധാനികളുടെയും സർവേഷാം മഹീക്ഷിതാംശ എല്ലാ രാജാക്കന്മാരുടെയും മധ്യത്തിൽ രഥോത്തമം സ്ഥാപയിത്വ ഉത്തമ രഥത്തെ നിർത്തിയിട്ട് പാർത്ഥ ഹേ പ്രധാപുത്ര സമവേതാൻ ഏതാൻ കുരുൻ ചേർന്നിരിക്കുന്ന ഈ കുരുക്കളെ പശ്യ ഇതി ഉവാച കണ്ടുകൊള്ളുക എന്ന് പറഞ്ഞു. അപ്പോൾ ആലസ്യാദി ദോഷങ്ങളെ ജയിച്ചിരിക്കുന്ന അർജുനൻ സർവേന്ദ്രിയ പ്രവർത്തകനായ ഭഗവാനോട് ഇപ്രകാരം പറഞ്ഞപ്പോൾ ഭൃത്യനായവൻ എന്നോട് കൽപ്പിക്കുന്നു എന്നോർത്ത് കോപിച്ചില്ല. അർജുനൻ്റെ ഇഷ്ടം ഭഗവാൻ അനുസരിക്കുകയാണ് ചെയ്തത്. ഹേ ഭരതകുലനാഥനായ അങ്ങുന്നേ, ഇനിയെങ്കിലും മര്യാദ നടത്തിക്കൂടെയോ എന്ന അഭിപ്രായത്തോടുകൂടെ സഞ്ജയൻ ഭാരത എന്ന് ധൃതരാഷ്ട്രരെ സംബോധന ചെയ്തു. ഭഗവാനാവട്ടെ രണ്ട് സൈന്യങ്ങളുടെയും പ്രധാനികളായ ഭീഷ്മദ്രോണാദികളുടെയും മറ്റ് സകല രാജാക്കന്മാരുടെയും മധ്യത്തിൽ ഉത്തമമായ അർജുന രഥത്തെ നിർത്തി പിതൃ സഹോദരീപുത്രൻ എന്ന വാത്സല്യത്തോടുകൂടെ ഹേ കുന്തിനന്ദന എന്ന് ഇവിടെ യുദ്ധത്തിനായി വന്നു ചേർന്നിരിക്കുന്ന കുരുക്കളെ നന്നായി കണ്ടുകൊള്ളുക എന്ന് പറഞ്ഞു. തത്രാപശ്യൽസിതാൻ പാർത്ഥ പിതിന്നത പിതാമഹൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതുൻ പുത്രാൻ പൗത്രാൻ സഖീംസത ശശൂരാൻ സുഹൃദച്ചൈവ സേനയോർ ഉഭയോരപി. അഥ പാർത്ഥ അനന്തരം അർജുനൻ തത്ര ഉഭയോ സേനയോ അവിടെ രണ്ട് സേനകളിൽ സിതാൻ സിതന്മാരായ പിതൃക്കളെയും പിതാമഹന്മാരെയും ആചാര്യന്മാരെയും മാതുരാൻ അമ്മാമാരെയും ഭ്രാതൃൻ പുത്രാൻ സഹോദരന്മാരെയും മക്കളെയും പൗത്രാൻ സഖീൻ പുത്രപൗത്രന്മാരെയും പുത്രപുത്രന്മാരെയും ഇഷ്ടന്മാരെയും ശുശൂരാൻ ഭാര്യയുടെ പിതാക്കന്മാരെയും സുഹൃത ചയേവ സുഹൃത്തുക്കളെയും സർവബന്ധുക്കളെയും അപശ്യത്ത് നോക്കി. അപ്പോൾ യുദ്ധത്തിന് ഒരുങ്ങുന്നതിനായിക്കൊണ്ട് സൈന്യനാഥന്മാരെ കാണുവാൻ ഭഗവാന്റെ അനുവാദം സിദ്ധിച്ച ശേഷം അർജുനൻ തേരിനുള്ളിൽ എഴുന്നു നിന്നുകൊണ്ട് രണ്ട് സേനകളിൽ ഉള്ള ആളുകളെയൊക്കെ നോക്കി മനസ്സിലാക്കി. യുദ്ധത്തിന് ഒരുങ്ങി ഉറച്ചു നിൽക്കുന്ന അവരിൽ പിതൃസ്ഥാനത്തുള്ള ആളുകളുണ്ട്, പിതാമഹന്മാരായിട്ടുള്ള ഭീഷ്മൻ സോമദത്തൻ മുതലായ ആളുകളുണ്ട്, പിതൃസംബന്ധികളായ ഭൂരിശ്രവസ് മുതലായ ആളുകളുണ്ട്, ദ്രോണർ കൃപര് മുതലായിട്ടുള്ള ഗുരുക്കന്മാർ, ശല്യർ ശകുനി മുതലായിട്ടുള്ള അമ്മാമന്മാർ, ദുര്യോധനാദി സഹോദരന്മാർ, ലക്ഷ്മണാദി പുത്രന്മാർ, അവരുടെയും പുത്രന്മാർ, അശ്വത്ഥാമാവ് ജയദ്രഥൻ മുതലായിട്ടുള്ള സഖാക്കൾ, ഭാര്യാജനകന്മാർ, കൃതവർമാവ്, ഭഗദത്തൻ മുതലായ ബന്ധുക്കൾ, ഇങ്ങനെ പല വിധത്തിൽ ബന്ധപ്പെട്ടവരാണ് സൈന്യത്തിലുള്ളവർ എന്ന് മനസ്സിലാക്കി.
താൻ സമീക്ഷ്യ സ കൗന്ദേയ സർവാൻ ബന്ധൂനവസ്ഥിതാൻ കൃപയാ പരയാ വിഷ്ടോ വിഷീതന്നിധം അബ്രവീത്. സ കൗന്ദേയ, ആ കന്തിപുത്രൻ, അവസ്ഥിതാൻ ഉറച്ചു നിൽക്കുന്ന, താൻ സർവാൻ ബന്ധൂൻ, ആ സകല ബന്ധുക്കളെയും സമീക്ഷ്യ മനസ്സിരുത്തി നോക്കിയിട്ട്, പരയാ കൃപയാ ആവിഷ്ട, സ്വതസിദ്ധമായ ഉത്കൃഷ്ട കൃപയാൽ ആവേശിക്കപ്പെട്ടവനായിട്ട് വിഷീതൻ, വിഷാദിച്ചുകൊണ്ട്, ഇതം അബ്രവീത്, ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുന്ന എല്ലാ ആളുകളും ബന്ധുക്കളാണെന്ന് കണ്ടപ്പോൾ മനസ്സിരുത്തിയിട്ടൊന്ന് ആലോചിച്ച അദ്ദേഹം സ്വഭാവത്തിൽ തന്നെ പ്രകാശിച്ചതായിട്ടുള്ള വിശുദ്ധ കാരുണ്യം അർജുന ഹൃദയത്തിൽ സർവത്ര നിറഞ്ഞു. തന്നിമിത്തമുണ്ടായിട്ടുള്ള താപത്തെ സൂചിപ്പിക്കുന്നതായിട്ടുള്ള കണ്ണുനീര് ഗദ്ഗതം എന്ന ബാഹ്യലക്ഷണങ്ങളോടുകൂടെ താഴെ കാണും വിധം ഭഗവാനോട് പറഞ്ഞു. ദൃഷ്ടീമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം സീതന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതേ. കൃഷ്ണ ഇമം സ്വജനം, ഹേ കൃഷ്ണ, ഈ ബന്ധുവർഗം, യുയുത്സും സമുപസ്ഥിതം, യുദ്ധേച്ഛാസഹിതം നിൽക്കുന്നതിനെ ദൃഷ്ട്വ കണ്ടിട്ട്, മമ ഗാത്രാണി എൻ്റെ അവയവങ്ങൾ, സീതന്തി തളരുന്നു, മുഖം പരിശുഷ്യതി മുഖം വരളുകയും ചെയ്യുന്നു. അപ്പോൾ ആനന്ദമൂർത്തിയായിട്ടുള്ള ഭഗവാനെ ഈ ബന്ധിജനങ്ങൾ യുദ്ധത്തിന് ആഗ്രഹിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ എൻ്റെ കൈകാല് ഒക്കെ കുഴയണു, മുഖം വല്ലാതെ വരളണു. വേഭതുച്ച ശരീരേമേ രോമഹർഷച്ച ജായതേ ഗാന്ധീവം ശ്രംസതേ ഹസ്താൽ തുക്ചൈവ പരിദഹ്യതേ. മേ ശരീരേ വേപധു, എൻ്റെ ദേഹത്തിൽ വിറയലും രോമഹർഷച്ച രോമാഞ്ചവും ജായത ഉണ്ടാകുന്നു. ത്വക് പരിദഹ്യതയെ ച ഏവ, തോല് എല്ലാ ഭാഗത്തും ചുട്ടുനീറുന്നു. ഹസ്താത്, കയ്യിൽ നിന്ന്, ഗാന്ധീവം ശ്രംസതേ, വില്ല് വീഴുന്നു. എൻ്റെ ദേഹത്തിൽ വിറയലും രോമാഞ്ചവും ഉണ്ടാകുന്നു. ഗാന്ധീവം എന്ന ഈ വില്ല് കയ്യിൽ നിന്ന് വീണു പോകുന്നു. സ്പർശേന്ദ്രിയമായ തോലിൽ സർവഭാഗത്തും അഗ്നി വ്യാപിച്ചതുപോലെ ചുട്ടുകൊള്ളുന്നു. നജ ശക്നോമ്യവസ്ഥാതും ഭ്രമതീവ ച മേ മന നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ നച ശ്രേയോനി പശ്യാമി ഹത്വാ സ്വജനമാഹവേ. അവസ്ഥാതും നിലനിൽപ്പിനായിക്കൊണ്ട്, ന ശക്നോമിച്ച ശക്തനാകുന്നതുമില്ല, മേ മനഭ്രമതീവ എൻ്റെ മനസ്സ് ഭ്രമിക്കുന്നുവോ എന്ന് തോന്നുന്നു. കേശവ, ഹേ സർവേശ്വര, വിപരീതാനി വിപരീതങ്ങളായ, നിമിത്താനി ച പശ്യാമി ലക്ഷണങ്ങളെയും കാണുന്നു. ആഹവേ, യുദ്ധത്തിൽ സ്വജനം ഹത്വ ബന്ധുവർഗത്തെ ഹനിച്ചിട്ട് ശ്രേയത അനുപശ്യാമി ശ്രേയസ്സുണ്ടാകുമെന്നും തോന്നുന്നില്ല. ഹേ സർവേശ്വര, എൻ്റെ ശരീരത്തെ നിലയ്ക്ക് നിർത്താൻ സാധിക്കാതെയായി വന്നിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ മൂർച്ഛാവസ്ഥയുടെ പൂർവ്വലക്ഷണമായിട്ടുള്ള മനോഭ്രാന്തി ബാധിക്കുന്നത് പോലെ തോന്നണു. മാത്രമല്ല ആപൽ സൂചകങ്ങളായിട്ടുള്ള വാമനേത്രസ്വരണാദി വിപരീത ലക്ഷണങ്ങൾ അനുഭവിച്ചറിയുന്നു. ഇടം കണ്ണ് തുള്ളുക, അങ്ങനെയൊക്കെ. ആകെപ്പാടെ നോക്കുമ്പോൾ യുദ്ധത്തിൽ ബന്ധുവർഗത്തെ സംഹരിക്കുന്നതുകൊണ്ട് ഭാവിയിൽ ശ്രേയസ്സും ഉണ്ടാകും എന്ന് തോന്നുന്നേയില്ല. ആത്മസ്വരൂപത്തെയോ ഭാവിയിൽ നിശ്ചിത ഫലത്തെയോ അറിയാൻ കഴിയാത്ത ഞാൻ ദുഃഖിച്ചുകൊണ്ടിരിക്കുക. സർവജ്ഞനും സർവേശ്വരനും ആനന്ദ സ്വരൂപനുമായിട്ടുള്ള നിന്തിരുവടി എൻ്റെ ദുഃഖം തീർക്കണമേ എന്ന് കേശവ എന്ന സംബോധനത്തിൽ അർജുനൻ സൂചിപ്പിച്ചു. ന കാംക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനി ച കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗേർജീവിതേന വഹ. കൃഷ്ണ, വിജയം, ഹേ കൃഷ്ണ, വിജയത്തെയും രാജ്യം സുഖാനി ച രാജ്യത്തെയും സുഖങ്ങളെയും ന കാംക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഗോവിന്ദ, സർവേന്ദ്രിയങ്ങളെ വ്യാപാരങ്ങളെ അറിയുന്ന ഭഗവാനെ, ന ഞങ്ങൾക്ക് രാജ്യേന രാജ്യം കൊണ്ടോ ഭോഗൈ സുഖാനുഭവങ്ങൾ കൊണ്ടോ ജീവിതേനവ ജീവിതം കൊണ്ടോ കിം എന്ത് ഫലം. അപ്പോൾ അല്ലയോ പാവഹരനായിട്ടുള്ള ഭഗവാനെ, സ്വജനവധം നിമിത്തം സിദ്ധിക്കുന്ന വിജയത്തെയോ അതുകൊണ്ട് അധീനത്തിൽ വരുന്ന രാജ്യത്തെയോ അതിൽ നിന്ന് അനുഭവപ്പെടുന്ന സുഖങ്ങളെയോ ജീവിതത്തെ തന്നെയോ ഞാൻ ആഗ്രഹിക്കുന്നേയില്ല. കാട്ടിൽ കായികനികളും ഭക്ഷിച്ച് കാലക്ഷേപം കഴിക്കുന്നതുകൊണ്ട് തൃപ്തിപ്പെടുന്ന ഞങ്ങൾക്ക് ഈ സുഖഭോഗങ്ങൾ കൊണ്ട് വിശേഷിച്ചെന്താ ഒരു ഫലം ഉണ്ടാവുക? സർവേന്ദ്രിയ വ്യാപാരങ്ങളും അറിഞ്ഞുകൊണ്ട് സർവ അന്തര്യാമിയായിരിക്കുന്ന ഹേ ഗോവിന്ദ, ഞങ്ങൾക്ക് ഭോഗാശയില്ല എന്ന് അവിടത്തേക്കും അറിയാമല്ലോ. സുഖസാധനങ്ങൾക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ട് അവയെ സമ്പാദിക്കാനുള്ള യുദ്ധവും ആവശ്യമില്ല എന്നാണ് ഞാൻ ധരിക്കണത് എന്ന് പറഞ്ഞു.
യേഷാമർത്ഥേ കാക്ഷിതം ന രാജ്യം ഭോഗാസുഖാനി ച ത ഇമേവ സ്ഥിതാ യുദ്ധേ പ്രാണം സ്ത്യക്ത്വാ ധനാനി ച. യേഷാമർത്ഥേ ആരുടെ പ്രയോജനത്തിനായിക്കൊണ്ട് രാജ്യം ഭോഗാസുഖാനി ച രാജ്യവും ഭോഗങ്ങളും സുഖങ്ങളും ന കാക്ഷിതം നമ്മളാൽ കാക്ഷിക്കപ്പെടുന്നുവോ തേ യുമേ ആ ഇവർ പ്രാണാൻ ധനാനി ച പ്രാണങ്ങളെയും ധനങ്ങളെയും തിക്ത്വാ ഉപേക്ഷിച്ചിട്ട് യുദ്ധേ അവസ്ഥിത യുദ്ധത്തിൽ ഉറച്ചു നിൽക്കുന്നു. രാജ്യവും ഭോഗസാധനങ്ങളും ആവശ്യമില്ലെന്ന് പറഞ്ഞതിന് അർജുനൻ കാരണം കാണിക്കുകയാണ്. ഒരുവൻ്റെ ജീവിതയാത്ര കഴിപ്പാൻ ധനരാജ്യാദികൾ ആവശ്യമില്ല. തനിക്ക് ആവശ്യമില്ലെങ്കിലും തൻ്റെ ബന്ധികൾക്ക് ആയിട്ടാണെങ്കിലും സംബന്ധികൾക്കായിട്ടാണെങ്കിലും സമ്പാദിക്കരുതോ എന്നാണെങ്കിൽ ഏതൊരു ബന്ധുക്കൾക്കായിട്ടാണ് രാജ്യം സുഖസാധനങ്ങൾ എന്നിവ സമ്പാദിക്കാൻ ശ്രമിക്കുന്നത്? അങ്ങനെയുള്ള ബന്ധുക്കൾ ധനാശ ഭോഗാശ ജീവിതാശ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ടാണല്ലോ യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുന്നത്. അപ്പോൾ തനിക്കും ബന്ധുക്കൾക്കും ആവശ്യമില്ലാത്ത രാജ്യാദികൾ കൊണ്ടുള്ള ആ ഒരു ഫലം ഒന്നുമില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് ആ യുദ്ധത്തിൻ്റെ പരിശ്രമം തന്നെ നിഷ്ഫലമാണ്. അതുകൊണ്ട് യുദ്ധം ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാണ്. ആചാര്യ പിതരപുത്ര സദൈവ ച പിതാമഹ മാതുല ശുശുരാ പൗത്ര ശ്യാലാ സംബന്ധിനസ്തദാ. പ്രാണധനാദികളിൽ ആശ വെടിഞ്ഞ് യുദ്ധത്തിന് നിൽക്കുന്നവർ അകന്ന ബന്ധുക്കളല്ല, നന്നേ അടുത്തവരാണെന്ന് പ്രത്യേകം കാണിക്കുകയാണ്. ചിലർ ഗുരുബോധന്മാർ, മറ്റു ചിലർ പിതൃസ്ഥാനീയർ, വേറെ ചിലർ പിതാമഹന്മാർ, അമ്മാവന്മാർ, ഭാര്യാസംബന്ധികൾ, പൗത്രന്മാർ, ഭാര്യാ സഹോദരന്മാർ, ഇങ്ങനെ വളരെ അടുത്ത ബന്ധുക്കളാണ് എല്ലാവരും. ഇങ്ങനെ പൂജിക്കപ്പെടേണ്ടവരും സ്നേഹിക്കപ്പെടേണ്ടവരുമായവരെ സംഹരിച്ചുണ്ടാകുന്ന വിജയം ശ്രേയസ്കരമാണോ എന്നുകൂടി ഒരു ചോദ്യരൂപേണ അദ്ദേഹം ഭഗവാനോട്. ഏതാന്നഹന്തുമിച്ഛാമി ഘ്നതോപി മധുസൂദന അഭിത്രൈലോക്യരാജ്യസ്യ ഹേതോ കിന്നു മഹീകൃതേ. ഘ്നത അഭി ഹനിക്കുന്നവരാണെങ്കിലും മധുസൂദന ഹേ മധു സംഹർത്താവേ, ഏതാൻ ഹന്തും ഇവരെ ഹനിപ്പാനായിക്കൊണ്ട് നയിച്ചാമി ഇച്ഛിക്കുന്നില്ല. ത്രൈലോക്യ രാജസ ഹേതോ അപി മൂന്ന് ലോകങ്ങളിലും ലാഭത്തിനായിട്ടും കൂടെ മഹീകൃതേക്കിന്നു ഭൂമിക്കായിട്ടും പിന്നെ പറയണോ, നീ അവരെ വധിക്കുക ഇല്ലെങ്കിൽ നിന്നെ അവർ സംഹരിക്കും. അതുകൊണ്ട് നീ അവരെ സംഹരിച്ച് രാജ്യം അനുഭവിക്കുന്ന ശ്രേയസ്കരമല്ലയോ എന്ന ശങ്കയ്ക്ക് സമാധാനം പറയുന്നു. എന്നെ അവർ സംഹരിക്കുന്നവരായാലും ഞാൻ അവരെ ഹനിക്കാൻ ഇച്ഛിക്കുക പോലും ചെയ്യുന്നില്ല. വധികയില്ലെന്ന് പിന്നെ പറയേണ്ടതില്ലല്ലോ. അവരുടെ വധത്താൽ മൂന്ന് ലോകങ്ങളിലെ ആധിപത്യം കിട്ടുമെങ്കിൽ കൂടി ഞാൻ ഹനിക്കില്ല കൃഷ്ണ. പിന്നെ ഭൂമിക്ക് വേണ്ടിയിട്ട് വധിക്കുക എന്ന് പറയണോ എന്നിങ്ങനെ സ്വനിശ്ചയത്തെ അർജുനൻ സ്പഷ്ടമാക്കി. ഇതിൽ നിന്ന് ഐഹികവും പാരത്രികവുമായിട്ടുള്ള ഇച്ഛയില്ലായ്മയാകുന്ന വൈരാഗ്യം അർജുനുണ്ട് എന്ന് ആ വാക്കെന്ന് മനസ്സിലാക്കാം. നിഹത്യതാർത്ഥരാഷ്ട്രാന്ന കാ പ്രീതി സ്യാർജനാർജന പാപമേവാശ്രയേ തസ്മൻ ഹത്വേദാനാതദായിന. നിഹത്യതാർത്ഥരാഷ്ട്രാന്ന കാ പ്രീതി സ്യാർജനാർദന പാപം ഏവാശ്രയേ തസ്മൻ ഹത്വേദാനാതദായിന. ധൃതരാഷ്ട്രൻ നിഹത്യ ധൃതരാഷ്ട്രപുത്രന്മാരെ വധിച്ചിട്ട് ജനാർദ്ദന പ്രളയകാലത്തിൽ സർവജനഹർത്താവേ സംഹർത്താവേ നകാ പ്രീതിസ്യാൽ ഏതൊരു സന്തോഷം നമ്മൾക്കുണ്ടാകും. ആതതായിന ഏതാൻ ആതതായികളായ ഇവരെ ഹത്വ അസ്മാൻ ഹനിച്ചിട്ട് നമ്മളെ പാപം ഏവാശ്രയത് പാപം തന്നെ ആശ്രയിക്കില്ലേ. എന്നാൽ ആചാര്യാദി ഗുരുഭൂതന്മാരെ വധിക്കേണ്ട, പല വിധത്തിൽ പല സമയത്തിൽ മഹോദ്രവം ചെയ്തിട്ടുള്ള ധൃതരാഷ്ട്രപുത്രന്മാരെ ഹനിക്കുക അവർ വധാർഹർ തന്നെയാണ്. എന്നാൽ സഹോദരസ്ഥാനമുള്ള ദുര്യോധനാദികരെ വധിച്ചതിന് ശേഷം ജീവിച്ചിരിക്കുന്ന നമ്മൾക്ക് എന്താ ഒരു ആനന്ദം ഉണ്ടാവുക? മൂഢന്മാർ മാത്രം ആഗ്രഹിക്കുന്ന ക്ഷണികവും രാജ്യത്തിലുള്ള ലോഭത്താൽ സഹോദരവധം പ്രീതികരമാണെന്ന വിചാരവും തോന്നുന്നില്ല. ആതതായികളാണ് അവർ, എങ്കിലും വധിക്കപ്പെടുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പാപം തന്നെയല്ലേ ഫലമായിട്ടുണ്ടാവുക. അഥവാ അവർ വധാർഹരാണെങ്കിൽ പ്രളയകാലത്തിൽ സർവരെയും ഹനിച്ചാലും പാപബാധയില്ലാത്ത നിന്തിരുവടി തന്നെ വധിച്ചു കൊള്ളുക എന്ന് ജനാർദ്ദനായ എന്ന സംബോധനയോട് കൂടിയിട്ട് ഇദ്ദേഹം സൂചിപ്പിച്ചു എന്നാണ്. പോപ്പുരയ്ക്ക് ദൈവിക്കുന്നവൻ, വിഷം കൊടുക്കുന്നവൻ, ശസ്ത്രം ധരിച്ച് വധിപ്പാൻ നേരിട്ട് വരുന്നവൻ, ധനം അപഹരിക്കുന്നവൻ, കൃഷി ഭാര്യ എന്നിവരെ അപഹരിക്കുന്നവൻ, ഈ 6 പേരെയാണ് ആതതായികൾ എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും
എനിക്കതിലൊന്നും ഒരു താല്പര്യം തോന്നുന്നില്ല. കാരണം സ്വത്തിനോടും രാജ്യത്തോടും ഭോഗങ്ങളോടും ഒരു ഭ്രമവും തോന്നുന്നില്ല എന്നിങ്ങനെ അദ്ദേഹം പറയുകയാണ്. തസ്മാന്നർഹാ വയം ഹന്തും ധാർത്തരാഷ്ട്രാൻ സ്വബാന്ധവാൻ സ്വജനം ഹി കഥം ഹത്വാ സുഖിനസ്യാമ മാധവ. തസ്മാൽ സ്വബാന്ധവാൻ, അതുകൊണ്ട് സ്വബന്ധുക്കളായ ധാർത്തരാഷ്ട്രാൻ ധൃതരാഷ്ട്രപുത്രന്മാരെ ഹന്തും വയം ന അർഹ, ഹനിപ്പാൻ നമ്മൾ അർഹരല്ല. ഹി സ്വജനം ഹത്വ, എന്തുകൊണ്ടെന്നാൽ സ്വജനത്തെ ഹനിച്ചിട്ട് മാധവാഹേ ലക്ഷ്മി വല്ലഭ കഥം സുഖിന ശ്യാമ, നമ്മളെങ്ങനെ സുഖികളായിട്ട് വരും. അപ്പം അതുകൊണ്ട് അദൃശ സുഖഭാവവും അനർത്ഥവും ഫലമായതുകൊണ്ട് സ്വബന്ധുക്കളായ ദുര്യോധനാദികളെ വധിക്കുന്നത് ഒരിക്കലും യോഗ്യമല്ല. എന്നാൽ ദൃശ്യസുഖമുണ്ടോ എന്നാണെങ്കിൽ ഹേ ലക്ഷ്മി വല്ലഭ, അലക്ഷ്മീകരമായിട്ടുള്ള സ്വജനവധത്തിൽ നിന്ന് നമ്മൾക്ക് സുഖം എങ്ങനെയുണ്ടാവുക? അതിനാൽ എന്നെ അതിനായിട്ട് പ്രേരിപ്പിക്കാതിരിക്കണം എന്ന് സൂചിപ്പിച്ചു. യദ്യഭേദേ ന പശ്യന്തി ലോഭോപഹതചേതസ കുലക്ഷയകൃതം ദോഷം മിത്രദ്രോഹേ ച പാതകം. ഏതേ ഇവർ ലോഭോപഹതചേതസ, ലോഭത്താൽ വിചാരശൂന്യന്മാരായിട്ട് കുലക്ഷയകൃതം ദോഷം, കുലക്ഷയത്താൽ ഉണ്ടാകുന്ന ദോഷത്തെയും മിത്രദ്രോഹേ പാതകം ച, മിത്രദ്രോഹത്തിൽ പാപത്തെയും യദ്യപി ന പശ്യന്തി, കാണുന്നില്ലെങ്കിലും. അപ്പോൾ ഏത് കക്ഷിക്കാർ എന്തുകൊണ്ട് ദോഷപ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്ന ആക്ഷേപത്തിന് സമാധാനം പറയുകയാണ്. രാജ്യധനാദിലോപം നിമിത്തം വിചാരശൂന്യന്മാരായ എതിർ കക്ഷിയിലുള്ളവർ കുലനാശം വരുത്തുന്നത് കൊണ്ട് സംഭവിക്കാവുന്ന ദോഷത്തെയും മിത്രദ്രോഹം നിമിത്തമുണ്ടാകുന്ന പാപത്തെയും കാണുന്നില്ലെങ്കിലും നമ്മളും അതേവിധം പ്രവർത്തിക്കുന്നത് ന്യായമല്ലല്ലോ. അപ്പോൾ ഭീഷ്മദ്രോണാദികൾ ശിഷ്യന്മാരല്ല, അവരുടെ പ്രവൃത്തിയെ ശിഷ്ടാചാരം എന്നതിൽ പ്രമാണമാക്കരുതോ എന്ന ആകാംക്ഷയ്ക്ക് ലോഭം എന്ന ദോഷത്താൽ ദൃഷ്ടമായതിനെ സദാചാരമായി സ്വീകരിച്ചുകൂടാ എന്ന സമാധാനവും കൂടിയിട്ട് അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. കഥം നജ്ഞേയമസ്മാഭി പാപാദസ്മാൻ നിവർത്തിതും കുലക്ഷയകൃതം ദോഷം പ്രപശ്യൽ ജനാർദ്ദന. പ്രപശ്യദ്ഭി അസ്മാഭി, നന്നായിട്ട് കാണുന്ന നമ്മളാൽ അസ്മാൽ പാപാൻ, ഈ പാപത്തിൽ നിന്ന് നിവർത്തിതും പിന്തിരിയേണ്ടതാണെന്ന് കഥം നജ്ഞേയം, എന്തുകൊണ്ട് അറിയേണ്ടതല്ല. അപ്പോൾ അവർ ലോഭം നിമിത്തം പ്രവർത്തിക്കുന്ന ദോഷമാണെങ്കിൽ യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നത് നിങ്ങൾക്കും ദോഷമാണ്. എന്തുകൊണ്ടെന്നാൽ ആഹുതോ ന നിവർത്തേത ദ്യുധാ പിരണാതപി എന്നാണ് പ്രമാണം. അവർ നിങ്ങളെ യുദ്ധത്തിന് വിളിക്കുന്നു. യുദ്ധജയത്താൽ സമ്പാദിക്കുന്ന ധനം ക്ഷത്രിയന് സ്വീകാര്യമാണ്. അതിനാൽ യുദ്ധം ചെയ്യുക തന്നെ വേണം. അപ്പോൾ കുലക്ഷയം നിമിത്തം ഉണ്ടാകാവുന്ന ദോഷത്തെ സ്പഷ്ടമായി കാണുന്ന നമ്മൾ ഈ പാപകർമ്മത്തിൽ നിന്ന് പിന്തിരിയേണ്ടതാണ് എന്നറിയാതിരിക്കുന്നത് എങ്ങനെയാണ്? പരിഭാഗാവസ്ഥയിൽ അധർമ്മം നേടുകയില്ലെന്ന് കണ്ടാൽ മാത്രമേ കർമ്മം ശ്രേയസ്കരമാവുകയുള്ളൂ. അതിനെ മാത്രമേ ധർമ്മം എന്ന് ശാസ്ത്രം നിശ്ചയിക്കുന്നുള്ളൂ. യുദ്ധഫലമാകട്ടെ അനർത്ഥാവഹമാകയാൽ ശ്രേയ സാധനമെന്ന് കരുതുന്നത് അബദ്ധം എന്നും സൂചിപ്പിച്ചു. കുലക്ഷയെ പ്രണശ്യന്തി കുലധർമാ സനാതന ധർമ്മേ നഷ്ടേ കുലം കൃഷ്ണം അധർമ്മോഭി ഭവത്യുത. സനാതന പരമ്പരയാ നിലനിൽക്കുന്ന കുലധർമ്മങ്ങൾ കുലക്ഷയെ കുലം നശിക്കുമ്പോൾ പ്രണശ്യന്തി നിശേഷം നശിക്കും. ധർമ്മേ നഷ്ടേ ധർമ്മം നശിക്കുമ്പോൾ കൃഷ്ണം കുലം സമസ്തമായ കുലത്തെ അധർമ്മ അഭിഭവതി ഉത അധർമ്മം ദൂഷിപ്പിക്കും നിശ്ചയം. അപ്പോൾ യുദ്ധത്തിൻ്റെ അവസാന ഫലം അശ്രേയസ്കരമാകിയാൽ അതിൽ ഏർപ്പെട്ടുകൂടാ എന്ന് ഉറപ്പിക്കുവാൻ അനർത്ഥങ്ങളെ കാണിക്കുന്നു. കുലത്തിൽ പരമ്പരയാ നിലനിന്നു വരുന്ന ശാശ്വത ധർമ്മങ്ങളെ നിലനിർത്തുവാനായിട്ടുള്ള പുരുഷന്മാർ യുദ്ധം നിമിത്തം നശിക്കുമ്പോൾ കുലധർമ്മങ്ങളും നിശേഷം നശിക്കും. അപ്പോൾ കുലം മുഴുവനും അധർമ്മം നിമിത്തം ദുഷിക്കും എന്ന് നിശ്ചയിക്കുക. അധർമാഭിഭവാൽ കൃഷ്ണ പ്രദുഷ്യന്തി കുലസ്ത്രീയ സ്ത്രീഷു ദുഷ്ടാസു വാർഷ്ണേയ ജായതേ വർണ്ണസങ്കരഃ. കൃഷ്ണ അധർമാഭിഭവാത്, ഹേ കൃഷ്ണ അധർമ്മവ്യാപ്തി നിമിത്തം കുലസ്ത്രീയ പ്രദുഷ്യന്തി, കുലസ്ത്രീകൾ ദുഷിക്കും. വാർഷ്ണേയ വിഷ്ണുകുലോൽപ്പന്ന സ്ത്രീഷു ദുഷ്ടാസു, സ്ത്രീഷു ദുഷ്ടാസു സ്ത്രീകൾ ദുഷ്ടകളാകുമ്പോൾ വർണ്ണസങ്കര ജായതേ ജാതി കലർപ്പ് ഉണ്ടാവും. അല്ലയോ വിഷ്ണുകുല മര്യാദാപാലകനായ ആനന്ദമൂർത്തി,
അധർമ്മവ്യാപ്തി നിമിത്തം ഗത്യന്തരമില്ലാത്ത കുലസ്ത്രീകളും നന്നേ ദുഷിക്കും. സ്ത്രീകൾ ദുഷിക്കുമ്പോൾ ജാതി കലർപ്പുള്ള സന്താനങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇത് നേരത്തെ തന്നെ നമ്മളിപ്പോഴത്തെ ആനുകാലികമായിട്ടുള്ള അവസ്ഥകൾ ആലോചിച്ചാൽ അറിയും. കുറച്ചു കാലം തമ്മിൽ പരിചയമായി കഴിഞ്ഞാൽ സന്തോഷത്തോടുകൂടി കൂടിയിരിക്കുന്ന സമ്പ്രദായം, അങ്ങനെ ഒരു ദാമ്പത്യം ഉണ്ട്. അതിന് ഗാന്ധർവം എന്നാണ് പറയുക പഴയ കാലത്ത്. ഇവിടുത്തെ ഈ ലിവിങ് ടൂത്തർ പോലെയൊക്കെ അല്ല, കൃത്യമായിട്ട് നക്ഷത്രവും പാപസാമ്യവും പിന്നെ അതുപോലെ ദശാസന്ധി ദോഷങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ചേർന്ന് ജീവിക്കുന്ന രീതികളുണ്ട്. പാതിവൃത്യത്തിൻ്റെ ശക്തി അപാരമാണ്. അപ്പോൾ ആ ഒരു ഇച്ഛാശക്തിയോടുകൂടിയും വ്യവസ്ഥയോട് കൂടിയിട്ടും സദാചാരത്തോടു കൂടിയിട്ട് ഇരിക്കുന്ന ദമ്പതികൾക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അതേപോലെ സംസ്കാര സമ്പന്നരും കുലത്തിനും ദേശത്തിനും നന്മ ചെയ്യുന്നവരായിട്ട് ഭവിക്കും. അതും ആവശ്യമാണ് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് എന്നാണ്. അപ്പോൾ ഈ വർണ്ണസങ്കരം മാറിക്കഴിഞ്ഞാൽ, സങ്കരത്വം വന്നു കഴിഞ്ഞാൽ, അപ്പോൾ ഒന്നിനോടും ഒരു ഭയവുമില്ല. ഇപ്പോൾ ഭക്തി തന്നെ ഭയഭക്തി എന്നാണ് പറയുക. എന്തിനെങ്കിലും ഒന്ന് പേടിക്കുകയും ബഹുമാനിക്കുകയും വേണമല്ലോ. അതില്ലാതായി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? മൊത്തം നശിക്കുന്ന പറയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ സൂചന. സങ്കരോ നരകായൈവ കുലഘ്നാനാം കുലസ്യ ച പതന്തി പിതരോഹ്യേഷാം ലുപ്തപിണ്ഡോദകക്രിയ. കുലഘ്നാനാം വംശഹാനി വരുത്തിയവരുടെയും കുലസ്യ ച കുലത്തിൻ്റെയും ഏഷാം പിതര ഇവരുടെ പിതൃക്കളും ലുപ്തപിണ്ഡോദകക്രിയ പിണ്ഡോദകക്രിയകളുടെ അഭാവത്തോടു കൂടിയവരായിട്ട് നരകയെ നരകത്തിൽ പതന്തി വീഴും. അതുകൊണ്ട് സങ്കര നരകായ ഏവ ഈ സങ്കരങ്ങൾ നരകത്തിനായിക്കൊണ്ട് തന്നെ ഭവിക്കുന്ന. അതുകൊണ്ട് വിജാതീയ സ്ത്രീപുരുഷ സംയോഗം നിമിത്തമുണ്ടാകുന്ന സങ്കരസന്താനങ്ങൾ മാതാപിതാക്കന്മാർക്ക് പിണ്ഡോദകം സമർപ്പിക്കുവാൻ അർഹരല്ലാത്തതുകൊണ്ട് കുലഹാനി വരുത്തിയവർക്കും കുലത്തിനും നരകപാതം തന്നെ ഫലമായിട്ട് വരും. അതുമാത്രമല്ല, ഇവരുടെ സ്വർഗസ്ഥരായ പൂർവ്വപിതാക്കന്മാരും പുത്രപൗത്ര പരമ്പരാക്രമത്തിൽ പിണ്ഡോദകങ്ങൾ ലഭിക്കായ നിമിത്തം നരകത്തിൽ വീഴും. പിണ്ഡോദക ദാനാർഹന്മാരായ സന്താനങ്ങൾ കുലത്തിൽ ഇല്ലാതാകുന്നത് തന്നെ അതിന് കാരണം. അപ്പോൾ സങ്കീർണഗാനാം പിതസച്യവന്തേ നാത്ര സംശയ, ഇതാണ് അതിൻ്റെ പ്രമാണം. ദോഷേരീതി കുലജ്ഞാനാം വർണ്ണസങ്കരകാരകൈ ഉത്സാദ്യന്തേ ജാതിധർമ്മ കുലധർമ്മ ച ശാശ്വത. കുലജ്ഞാനാം കുലവിച്ഛിത്തി വരുത്തുന്നവരുടെ വർണ്ണസങ്കരകാരകൈ ജാതി കലർപ്പുണ്ടാകുന്ന ഏതേ ദോഷേ ഈ ദോഷങ്ങളാൽ ശാശ്വത ജാതിധർമാ സനാതന ജാതി ധർമ്മങ്ങളും കുലധർമാ ച വംശധർമ്മങ്ങളും ഉത്സാദ്യന്തേ നശിപ്പിക്കപ്പെടുന്നു. അപ്പോൾ ധർമാധർമ്മ വിചാരങ്ങളില്ലാതെ ദുഷിച്ച കാമക്രോധാദി വൃത്തികൾ നിമിത്തം കുലഹാനി വരുത്തുന്ന അവിവേകികളുടെ സങ്കരഹേതുക്കളായ ഈ വക ദോഷപ്രവൃത്തികൾ അനാദികാലമായി നിലനിന്നു വരുന്ന ശാശ്വത ജാതിധർമ്മങ്ങളെയും ക്ഷത്രിയത്വാദി കുലധർമ്മങ്ങളെയും വേരോടെ നശിപ്പിക്കുന്നതാണ്. ഉത്സന്ന കുലധർമ്മാണാം മനുഷ്യാണാം ജനാർദ്ദന നരകേ നീതം വാസ ഭവതീത്യനുശുശ്രുമ. ഉത്സന്ന കുലധർമ്മാണാം കുലധർമ്മങ്ങളെ നശിപ്പിക്കുന്ന മനുഷ്യന്മാർക്ക് ജനാർദ്ദന ഹേ ദുഃഖം തീർക്കുന്ന ഈശ്വര നരകേ അനിയതം വാസ നരകത്തിൽ അനന്തകാലം വാസം ഭവതീതി ഉണ്ടാകുമെന്ന് അനുശുശ്രൂമ ഗുരുമുഖത്തിൽ നിന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഹേ ജനാർദ്ദന മായികമായ ദുഃഖം തീർക്കുന്ന സർവേശ്വര കുലധർമ്മങ്ങളെ സമൂലം നശിപ്പിക്കുന്ന മനുഷ്യന്മാർക്ക് ബഹുകാലം നരകത്തിൽ തന്നെ വാസം എന്ന ആചാര്യന്മാരിൽ നിന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ഞാൻ സ്വന്തം അഭിപ്രായമായിട്ട് പറഞ്ഞതല്ല എന്ന് സൂചിപ്പിച്ചു. അഹോപദമഹൽപാപം കർത്തും വ്യവസിതാവയം യദ്രാജ്യസുഖലോഭേന ഹന്തും സ്വജനമുദ്യത. അഹോപദ അതീവ കഷ്ടം. മഹത്പാപം കർത്തും മഹത്തായ പാപം ചെയ്യുവാൻ വയം വ്യവസിതാഹ നമ്മൾ ഉത്സാഹിച്ച് യദ്രാജ്യസുഖലോഭേന എന്തുകൊണ്ടെന്നാൽ രാജ്യസുഖലോഭത്താൽ സ്വജനം ഹന്തും ഉദ്യതാഹ സ്വജനത്തെ ഹനിപ്പാൻ പുറപ്പെട്ടുവല്ലോ. അപ്പോൾ പ്രവൃത്തിമാർഗ തൽപരന്മാർക്ക് ജന്മമരണാദി ദുഃഖങ്ങളും സ്വർഗനരകാദി ലോകപ്രാപ്തിയും തന്നെ ആണ് ഫലം. പരമഫലമില്ല എന്ന് മോക്ഷേച്ഛയുള്ളവർ ആലോചിച്ച് പ്രവൃത്തിമാർഗത്തെ വെടിഞ്ഞ് നിവൃത്തിമാർഗത്തിൽ കൂടെ പരിശ്രമിക്കണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് പ്രവൃത്തി മാർഗതൽപരന്മാരെക്കുറിച്ച് അർജുനൻ സന്തപിക്കുന്ന സമ്പ്രദായത്തെ കാണിക്കുന്നു. അത്യാശ്ചര്യം മഹാകഷ്ടം
മുകളിൽ വിവരിച്ച ധർമ്മങ്ങളെ അറിവുള്ള ഞങ്ങൾ രാജ്യസുഖാഗ്രഹം നിമിത്തം സ്വജനവധത്തിനൊരുങ്ങി പരിശ്രമിച്ചു തന്നെ അത്യാശ്ചര്യവും അതികഷ്ടവുമായി ഉത്സാഹിച്ച് തന്നെ കഷ്ടമായെന്ന് വന്നിരിക്കെ വധകാര്യം നടത്തുക എന്ന സംഗതിയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും വയ്യ എന്ന് പറഞ്ഞു. യതിമാമപ്രതീകാരമശസ്ത്രം ശസ്ത്രപാണയ ധാർത്തരാക്ഷാരണേ ഹന്യുത്തൻ തസ്ൻ തന്മേ ക്ഷേമതരം ഭവേത്. പ്രതികാരം ചെയ്യാത്തതും അശസ്ത്രം മാം ശസ്ത്രത്തോടു കൂടാത്തവനുമായ എന്നെ ധൃതരാഷ്ട്ര ധൃതരാഷ്ട്രപുത്രൻ ശസ്ത്രപാണയ ശസ്ത്രം ധരിച്ചവരായിട്ട് രണേ ഹന്യു യതി യുദ്ധത്തിൽ ഹനിക്കുമെങ്കിൽ തത് മേ ക്ഷേമതരം ഭവേത് അതെനിക്കധികം ക്ഷേമമായിട്ട് ഭവിക്കും. അപ്പോൾ പാപഭയം നിമിത്തം യുദ്ധത്തിലേർപ്പെടാതിരിക്കുന്ന നിന്നെ അവർ ഹനിക്കില്ലയോ എന്ന ശങ്കയ്ക്ക് സമാധാനം പറയുകയാണ്. പ്രതിക്രിയയ്ക്ക് ഒരുക്കം ഇല്ലാത്തതിനാൽ ശസ്ത്രം പിടിഞ്ഞിരിക്കുന്ന എന്നെ ധൃതരാഷ്ട്രപുത്രന്മാർ യുദ്ധത്തിൽ വധിക്കുന്നതായാൽ അതെനിക്ക് അതിക്ഷേമകരമായിട്ട് ഭവിക്കും. എന്തുകൊണ്ടെന്നാൽ സ്വജന വധജന്യമായ പാപം എനിക്ക് ഉണ്ടാവുകയില്ല. ഇതുവരെ സമ്പാദിച്ച പുണ്യത്തിന് ക്ഷയവും വരില്ല. അവർക്കാകട്ടെ അശസ്ത്രനും പ്രതികാര ഇച്ഛയില്ലാത്തവനുമായ എന്നെ വധിക്കുന്നത് അധർമ്മമായതുകൊണ്ട് ഇതുവരെ ചെയ്ത പാപത്തിൽ ഈ പാപവും ചേർന്ന് കൊള്ളട്ടെ എന്നുകൂടി സൂചിപ്പിച്ചു. സഞ്ജയ ഉവാച, സഞ്ജയൻ പറഞ്ഞു, ഏവമുക്ത്വാ അർജുനസംഖ്യേ രഥോപസൗപാവിശത് വിസൃജ്യ സ്വശരം ചാപം ശോകസംവിഘ്നമാനസഃ. അർജുനൻ യുദ്ധത്തിൽ ഏവമുക്ത ഇപ്രകാരം പറഞ്ഞിട്ട് ശോകസംവിഘ്ന മനസ്സഹ ദുഃഖിത മനസ്സോടുകൂടിയവനായിട്ട് സശരം ചാപം വിസർജ ബാണത്തെയും വില്ലിനെയും ഉപേക്ഷിച്ചിട്ട് രഥോപസ്ഥയെ ഉപാവിശത്ത് തേരിനുള്ളിൽ ഇരുന്നു. മോക്ഷേച്ഛയുള്ള ഏതൊരുവനും കർമ്മങ്ങളുടെ ആ ഫലം നശ്വരവും ജന്മാതി അനർത്ഥപ്രദവുമാണെന്ന് കണ്ടിട്ട് സകല സാധനങ്ങളോടും കൂടെ കർമ്മങ്ങളെ പരിത്യജിക്കണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അർജുനൻ്റെ നിശ്ചയത്തെ പറഞ്ഞ അധ്യായം അവസാനിപ്പിക്കുന്നു. അപ്പോൾ യുദ്ധരംഗങ്ങളിൽ വെച്ച് ഇപ്രകാരം ഭഗവാനോട് പറഞ്ഞ അർജുനൻ മനസ്സിൽ ദുഃഖത്തോടു കൂടെ യുദ്ധസാധനങ്ങളായ അമ്പും വില്ലും താഴത്തിട്ടിട്ട് തേരിൽ ഇരുന്നു എന്നാണ് അവസ്ഥ. അപ്പോൾ ഇതിൻ്റെ സാരം, ഒരു സംഗ്രഹം ഈ ഒന്നാം അധ്യായത്തിൻ്റെ എന്താണെന്ന് വെച്ചാൽ, അർജുനൻ സാധാരണ ഒരു മനുഷ്യനല്ല, ദേവേന്ദ്രപുത്രനാണ്. മനുഷ്യ ശരീരത്തോടു കൂടി തന്നെ ദേവേന്ദ്രൻ്റെ അനുഗ്രഹത്താൽ സ്വർഗ്ഗലോകത്തിൽ ചെന്നിട്ട് ഇപ്പോൾ നിവാത കവചന്മാർ, കാലകേയൻ മുതലായിട്ട് ആളുകളെയൊക്കെ സംഹരിച്ച അസാധാരണ പരുഷവും പരാക്രമവുമുള്ള ആളാണ്. അപ്പോൾ പാശുപതാസ്ത്രം ലഭിക്കാനായിക്കൊണ്ട് പരമശിവനെക്കുറിച്ച് അനേകകാലം തപസ് ചെയ്തു, ഗംഭീരമായിട്ടുള്ള പരീക്ഷണങ്ങളൊക്കെ നേരിട്ടു, അവസാനം പാശുപതാസ്ത്രവും നേടി. ഇങ്ങനെ വീരനാണ്, തപസ്വിയാണ്, ഭഗവാൻ കൃഷ്ണൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്, ബന്ധുവുമാണ്. ആ ഭഗവാൻ കൃപയാൽ ഏർപ്പെട്ട എല്ലാ കാര്യങ്ങളിലും വിജയിച്ച ആളായതുകൊണ്ട് വിജയൻ എന്നുകൂടി അദ്ദേഹത്തിന് പേരുണ്ട്. അപ്പോൾ ഇങ്ങനെ അപ്പോൾ എന്താ പറയുക, സങ്കടത്തിൻ്റെ സ്വരൂപത്തെ വിവരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് വന്നു ചേർന്നതായിട്ടുള്ള ആ ഒരു എന്താ ഇതികർത്തവ്യമൂഢാവസ്ഥ എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ കഴിവില്ലായിട്ടല്ല, പൊതുവേ സമാധാനപ്രിയന്മാരാണ് സദാചാരത്തിൽ ജീവിക്കുന്ന ആളുകൾ. അത് ബലമില്ലായിട്ടല്ല, അത് ഭീരുത്വവുമല്ല, അത് അപാരമായിട്ടുള്ളൊരു കരുണ, എല്ലാവരോടും ഒരു നീതിബോധവും സത്യവും ആരെയും ഉപദ്രവിക്കേണ്ട എന്നൊരു മനോഭാവം ഉള്ളത് കൊണ്ടാണ് ഈ ഒരവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടായത് എന്നാണ്. അപ്പോൾ ദേഹേന്ദ്രിയ മനോബുദ്ധ്യാദികൾ ഞാൻ എന്ന അഭിമാനം, അവയാൽ ചെയ്യപ്പെടുന്ന കർമ്മങ്ങളെ നടത്തുന്ന കർത്താവ് താൻ എന്ന തെറ്റായ ബോധം, ഇത് രണ്ടും ഉണ്ടായതാണ് ഒരു മനസ്സിൻ്റെ പരാജയ കാരണം അർജുനന്. രണ്ടാമത് എന്താ വെച്ചാൽ, ഈ ഒരു കാരണം നിമിത്തം ഭീഷ്മദ്രോണാദികളിൽ എൻ്റെ പിതാമഹൻ വന്ധ്യഗുരു, അപ്പോൾ എൻ്റെ അമ്മാവൻ, അങ്ങനെ എൻ്റെ സുഹൃത്ത്, ഇങ്ങനെ എൻ്റെ എന്നുള്ള ആ ഒരു മമത വന്നതാണ് രണ്ടാമത്തെ ആ ഒരു ദോഷം അർജുനന് വന്നത്. അപ്പോൾ ഈ രണ്ട് ദോഷങ്ങൾ ബുദ്ധിയിലുണ്ടായതാണ് എന്നാണ്. അപ്പോൾ ഈ ബുദ്ധിയിൽ അത് ബാധിച്ചതാണ് സ്വധർമ്മം പ്രവർത്തിക്കാൻ ശക്തിയില്ലാതാവാനുള്ളൊരു കാരണം. അപ്പോൾ ഒന്ന് മമത, രണ്ട്
അനാവശ്യമായിട്ടുള്ള എന്താ പറയുക, ഇത് പറയുമ്പോൾ ഒരു കഥ ഓർമ്മ വരണം. എന്താ വെച്ചാൽ ഒരു സാത്വികനായിട്ടുള്ളൊരു സ്വാമി ഇങ്ങനെ താടി നല്ലോണം നിലവുണ്ട്. അദ്ദേഹം ഇരുന്നിങ്ങനെ എന്തോ പലഹാരം കിട്ടിയതൊക്കെ കഴിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ താടി ഇങ്ങനെ മടിയിലേക്ക് ഇങ്ങനെ എഴഞ്ഞ് നിൽക്കുന്നുണ്ട്. ഒരു ഇറുമ്പ് വന്നിങ്ങനെ കയറി ഇദ്ദേഹത്തിൻ്റെ താടി കൂടെ ഇങ്ങനെ കയറി ഇങ്ങനെ ചുണ്ടിൻ്റെ അവിടേക്കൊക്കെ ഇങ്ങനെ എത്താറായപ്പോൾ അദ്ദേഹത്തിന് ശല്യമായി. അപ്പോൾ അതിനെ അദ്ദേഹം മെല്ലെ ഇങ്ങനെ ഇതിങ്ങനെ തട്ടി ഇങ്ങനെ മെല്ലെ, അതിന് വേദനിക്കാനും പാടില്ല, ഒന്നിങ്ങനെ എന്നൊക്കെ ഊതിയിട്ട് താടിയിലേക്ക് തന്നെ ആക്കി. അപ്പോൾ വീണ്ടും താടിയുടെ ചോട്ട് ഭാഗത്തേക്ക് വന്നു. പാവം, അതതിൻ്റെ കൂട്ടിൽ പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിൻ്റെ എറുമ്പുകൂട്ടങ്ങൾ എവിടെയെന്ന് നോക്കി. കുറച്ചപ്പുറത്തായിട്ട് വലിയൊരു എറുമ്പുകൂട്ടം കണ്ടപ്പോൾ പാവം കൂട്ടുകാരുടെ ഒപ്പം പോയിക്കോളൂ കിട്ടുമോ എന്നും പറഞ്ഞിട്ട് അതിനെ താടി ഇങ്ങനെ വെച്ചു കൊടുത്തു. അപ്പോൾ താടി ഇങ്ങോട്ട് വെച്ച് കൊടുത്തപ്പോൾ എന്താ ഉണ്ടായി വെച്ചാൽ സകല എറുമ്പുകളും താടി കൂടെ കയറി. അവസാനം കുത്തി വിഷമിച്ചപ്പോൾ സഹി കെട്ടപ്പോൾ കൂട്ടി തിരുമ്പേണ്ടതായിട്ട് വന്നു. അപ്പോൾ ആ ഒന്നിനെ ഉപദ്രവിക്കേണ്ടെന്ന് അനവസരത്തിൽ ഒരു ഹൃദയവികാസം കാണിച്ചപ്പോൾ ഒരുപാട് കൊല ചെയ്യേണ്ടതായിട്ട് വന്നു. അതാണ് സ്വധർമ്മം നിധനം ശ്രേയ പരധർമ്മം ഭയാവഹം എന്ന് പറയുന്നത്. അപ്പോൾ പാകിസ്ഥാൻ ബോർഡറിൽ നിൽക്കുന്ന ആളുകൾക്ക് പപ്പടം ചുട്ടതും കടുമാങ്ങയും കഴിച്ചാൽ പോരാ. അവർക്ക് പറ്റുന്ന ആഹാരം, അവർക്ക് പറ്റുന്നതായിട്ടുള്ള അവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ളതായിട്ടുള്ള വെള്ളം, അതിന് പറ്റുന്നതായിട്ടുള്ള ആയുധങ്ങൾ വേണ്ടതുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത അധ്യായത്തിൽ 2-ാം അധ്യായം മുതൽ തുടങ്ങാം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യത്യസകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം തത്സത്.